അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 8 തസ്കിയയിലെ 4ാമത്തെ പാഠത്തിന്റെ ചതുരുവാത്താണ്. അൽ വഹദത്തു റാബിഅ തബറുക്ക് ബിശാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുക്കൽ. ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ പാഠത്തിൽ പറയുന്നത്. നിക്തുബുൽ മാന: 1. അറക്കുൻ വിയർപ്പ്, തീബുൻ സുഗന്ധം, ഹഫീദുൻ പേരക്കുട്ടി, കാറൂറത്തുൻ കുപ്പി, കുലാമത്തുൻ നഖ കഷ്ണം, കിദുഹൻ അമ്പ്. നക്തശിബു സിയാഖ്: സന്ദർഭം വിവരിക്കുക. ഇഖ്സിംഹു ബൈനന്നാസ്: ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുക. ഹജ്ജത്തുൽ വദാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിക്കളഞ്ഞ ശേഷം ആ പുണ്യകേശങ്ങൾ നൽകിക്കൊണ്ട് അബൂ തുലഹ റളിയല്ലാഹുവിനോട് പറഞ്ഞതാണ്. 2. മാസാ ലസീ തസ്നഈൻ: അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത് ആര് എപ്പോൾ പറഞ്ഞത്? ഉമ്മു സുലൈമ ബീവി ഉറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ വിയർപ്പ് എടുക്കുന്നത് കണ്ട് ഉണർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയോട് ചോദിച്ചതാണ്. 3. അസബത്തി: നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞതാണ്? ഉമ്മു സുലൈമ ബീവി വിയർപ്പെടുക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ വിയർപ്പ് ഞങ്ങൾ സുഗന്ധത്തിൽ ചേർക്കും. അതാണ് ഏറ്റവും വലിയ സുഗന്ധം. ഞങ്ങളുടെ മക്കൾക്ക് അതിൻ്റെ ബർക്കത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. 4. ഇസ്തഖീം യാ സവാദ്: സവാദെ, നേരെ നിൽക്കൂ. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞതാണ്? ബദർ യുദ്ധത്തിൽ സൊഫിൽ നിന്ന് കയറി നിൽക്കുന്ന സവാദ് റളിയല്ലാഹുവിനോട് അൻപ് കൊണ്ട വയറ്റിൽ കുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 5. യാ റസൂലല്ലാഹി ഹളറ മാ തറ ഫഅർദതു അൻ യകൂന ആഹിറൽ ഇഹ്ദി ബിക അൻ യമസ്സ ജിൽദി ജിൽദക. അതിൻ്റെ അർത്ഥം, ഓ നബിയെ, നിങ്ങൾക്കെല്ലാം അറിയില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് അവസാനമായി എൻ്റെ ശരീരവും അല്ലെങ്കിൽ താങ്കളുടെ ശരീരവും സ്പർശിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ആര് എപ്പോൾ പറഞ്ഞതാണ്? ആൻസർ: ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തിയതിനു പ്രതികാരം വീട്ടാൻ ആവശ്യപ്പെട്ട സവാദ് റളിയല്ലാഹുവിന് വയർ കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ച് വയറിൽ ചുംബിച്ചു കൊണ്ട് പറഞ്ഞതാണിത്. 6. ഫഅസല്ലാഹു അൻ യർഹമനി ബിബറകതിഹാ: ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല എനിക്ക് കാരുണ്യം ചെയ്തേക്കാം. അല്ലാഹു തആല റഹ്മത്ത് ചെയ്തേക്കാം. ഇത് ആര് എപ്പോൾ പറഞ്ഞതാണ്? ആൻസർ: ഞാൻ മരിച്ചാൽ എനിക്ക് നബി തങ്ങൾ അണിയിച്ച കുപ്പായം ധരിപ്പിക്കണം. ഞാൻ എടുത്ത നഖകഷ്ണം പൊടിച്ചു എൻ്റെ കണ്ണിലും വായിലും വിതറുക എന്ന് പറഞ്ഞുകൊണ്ട് മുആവിയ ഇബ്നു അബി സുഫിയാൻ പറഞ്ഞതാണിത്. അടുത്ത നക്തുബു ബിതബ്ദീലിൽ കലിമത്തില്ലത്തി തഹ്തഹാ ഹത്തു: അതിൻ്റെ അർത്ഥം, അടിയിൽ വരയിട്ടത് മാറ്റി ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. 1. ജാ റജുലാനി: ആൻസർ: ജാ വലദാനി. 2. റഅയ്തു റജുലൈനി: അതിൻ്റെതും അണ്ടർലൈൻ ഇട്ടത് മാറ്റി ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. ആൻസർ: റഅയ്തു വലദൈനി. 3. അഅതൈതു ഖുബ്സ ലിൽ റജുലൈനി: ആൻസർ: അഅതൈതുൽ ഖുബ്സ ലിൽ വാലിദൈനി. 4. അദ്ദല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ: ആൻസർ: അദ്ദല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫൈനി. 5. അഅത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷവറത്തൻ സ്വഹാബി: ആൻസർ: അഅത നബി ഷവറത്തു ലിസ്വഹാബിയൈൻ. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ ചതുരുവാത്തും അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.